നമസ്കാരം. ഇന്ത്യയുടെ ജനാധിപത്യവും ഭരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിവർത്തനപരമായ ചുവടുവയ്പായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് ബി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്. ലോക്സഭ, സംസ്ഥാന അസംബ്ലികൾ, രാജ്യത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സമന്വയിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പരിഷ്കാരത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തെ ചുഗ് അഭിനന്ദിക്കുകയായിരുന്നു. പുതിയ നയം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കാര്യക്ഷമമാക്കുമെന്നും സാമ്പത്തികവും ഭരണപരവുമായ ഭാരം കുറയ്ക്കുകയും ജനാധിപത്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. 1952നും 67നും ഇടയിൽ നടന്ന ഇന്ത്യയിലെ ഒരേ സമയം തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രപരമായ സന്ദർഭം ചുഗ് എടുത്തു കാണിക്കുകയായിരുന്നു. ഈ നയം സ്വീകരിക്കുന്നതിലൂടെ കൂടുതൽ സുസ്ഥിരമായ ഒരു ഭരണ ചട്ടക്കൂട്ടിലേക്ക് തങ്ങൾ നിർണായക ചുവടുവയ്പ് നടത്തുകയും കൂടുതൽ ജനാധിപത്യ ഇടപെടലുകൾ വളർത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന 60,000 കോടി രൂപയും ഓരോ 5 വർഷത്തിലൊരിക്കൽ ഗവൺമെന്റ് ചെലവഴിക്കുന്ന 10,000 കോടി രൂപയും ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഗണ്യമായ സാമ്പത്തിക ലാഭം പൗരന്മാർക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന വികസന സംരംഭങ്ങളിലേക്ക് തിരിച്ചുവിടാമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നയത്തെ ചരിത്രപരമായ പരിഷ്കാരം എന്ന് വിളിച്ച ചുഗ് ഇത് ഭരണത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുന്നതായി കൂട്ടിച്ചേർത്തു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ ആശയം സംഘപരിവാർ മുന്നോട്ട് വെച്ചത്. പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് 2023 സെപ്റ്റംബറിൽ രൂപം നൽകി. 6 മാസം കൊണ്ട് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തിയാൽ രാജ്യം വലിയ സാമ്പത്തിക കുതിപ്പ് കൈവരിക്കുമെന്ന് ഉള്ള നിരീക്ഷണമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ലോക്സഭ, നിയമസഭ, പഞ്ചായത്തുകൾ തുടങ്ങിയവയിലേക്ക് 100 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിടുന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്. ഇത് തന്നെയാണെങ്കിലും ഇത് മോദിയുടെ ഒരു വിജയം തന്നെയാണ്.